കേരളത്തിലെ പോർട്ട് സിറ്റി പദ്ധതിയിൽ നിക്ഷേപം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം തള്ളി ടാറ്റ. അത്തരമൊരു ചർച്ച നടന്നിട്ടില്ലെന്നും കേരളത്തിലോ രാജ്യത്ത് മറ്റെവിടെങ്കിലുമോ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാൻ പദ്ധതിയില്ലെന്നും ടാറ്റ ഗ്രൂപ്പ് പറഞ്ഞതായി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. സംഭവം ചർച്ചയായതോടെ വിശദീകരണക്കുറിപ്പുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തി. മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് ഏതെങ്കിലും സ്ഥാപനവുമായി ഏക നിക്ഷേപ കരാർ ഉറപ്പിച്ചു എന്നല്ല, മറിച്ച് 10,000 കോടി എന്നത് ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണെന്നും സർക്കാർ പത്രക്കുറിപ്പിൽ പറഞ്ഞു. എന്നാൽ സർക്കാർ ഇന്ന് വിശദീകരണത്തിൽ പറഞ്ഞ ടാറ്റ സബ്സിഡിയറിയുടെ സംരംഭം LDF സർക്കാരിന്റെ കാലത്ത് തുടക്കം കുറിച്ചതാണെന്ന വാദവുമായി മുൻമന്ത്രി പി രാജീവും രംഗത്തെത്തി. ടാറ്റയോട് ചർച്ച പോലും ചെയ്യാതെയായിരുന്നോ മുഖ്യമന്ത്രി VD സതീശന്റെ അവകാശവാദം? കാണാം RDX റാപ്പ്. മിഷൻ സമുദ്രയുടെ ഭാഗമായി നടന്ന മാരിടൈം കോൺക്ലേവിലായിരുന്നു വമ്പൻ വികസന പദ്ധതിയുടെ ആദ്യ പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയത്. ബ്ലൂബർഗിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി അവകാശവാദം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ അത്തരം ചർച്ചകൾ നടന്നിട്ടില്ലെന്നും കേരളത്തിൽ 10,000 കോടിയുടെ നിക്ഷേപത്തിന് പദ്ധതിയില്ലെന്നുമാണ് ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലവിൽ പദ്ധതികളൊന്നും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രി VD സതീശൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാകാമെന്നും ഇക്കണോമിക് ടൈംസിന് നൽകിയ മറുപടിയിൽ ടാറ്റ വ്യക്തമാക്കി. വിഴിഞ്ഞത്ത് മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായി കപ്പൽശാല സ്ഥാപിക്കുമെന്ന് VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കേരളത്തിൽ കപ്പൽ നിർമ്മാണ പദ്ധതിക്കായി നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചുവെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നത്. 1 മാസത്തിനകം ടാറ്റയുടെ അപേക്ഷയിൽ തീരുമാനമെടുക്കുമെന്നും കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം അനുവദിക്കുമെന്നും സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം വിഷയത്തിൽ ടാറ്റയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പോ അറിയിപ്പോ അല്ല പുറത്തുവന്നതെന്നാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. RDX റാപ്പ്, ന്യൂസ് മലയാളം. കപ്പൽ നിർമ്മാണശാലയ്ക്കായി ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറായിട്ടുണ്ടെന്നും ഇതിനായി സർക്കാർ സ്ഥലം നൽകുമെന്നും ജൂലൈ 14-ന് ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ആ പ്രതികരണം ആദ്യം കാണാം. We are inviting investments. We are doing the exercise of inviting the investment to Kerala also. Yeah. Now the Tata is ready to invest on shipbuilding. We are going to provide the land to the Tata Group. Okay. For investing for 10,000 crores investment for shipbuilding. കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കാൻ ടാറ്റ ഗ്രൂപ്പ് വരുന്നുണ്ടെന്ന് ജൂലൈ 15-ന് നടന്ന മാരിടൈം കോൺക്ലേവിലും മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ചു. അതും കാണാം. ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് തുടങ്ങാൻ ടാറ്റ എത്തുകയാണ് കേരളത്തിലേക്ക്. ടാറ്റ ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് തുടങ്ങാൻ അത് നമ്മൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ മേഖലയിൽ. ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി പറഞ്ഞ പ്രഖ്യാപനത്തെ ടാറ്റയ്ക്ക് തിരുത്തേണ്ടി വന്നിരിക്കുന്നുവെന്നും ബുദ്ധിജീവി ആയില്ലെങ്കിലും അത്യാവശ്യം ബുദ്ധി മുഖ്യമന്ത്രിക്കുണ്ടാകുന്ന നല്ലതാണെന്നും പി രാജീവ് മുഖ്യമന്ത്രിയെ പരിഹസിച്ചു. ടാറ്റ ഇതേവരെയുള്ള അവരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള പ്രസ്താവന തെറ്റാണ് എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇപ്പം ടാറ്റയെ സംബന്ധിച്ച് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ക്രെഡിബിലിറ്റി പോകുന്നത് കേരളത്തിൻ്റെയാണ്. ടാറ്റയെ ഞാൻ മനസ്സിലാക്കിയത് ലോകത്തിന് തന്നെ വിളികൾ വന്നു. പിന്നെ ബുദ്ധിജീവി ആയില്ലെങ്കിലും അത്യാവശ്യം ബുദ്ധി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകും നല്ലതാണ്. ഇതിപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള മുഖ്യമന്ത്രിമാരൊന്നും ഇങ്ങനെയൊരു വലിയ ഒരു പ്രഖ്യാപനം നടത്തി 10,000 കോടി രൂപയുമായിട്ട് രാജ്യത്തെയും ലോകത്തെയും തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്ന് കേരളത്തിലേക്ക് വരുന്നു, ഞങ്ങൾ ഭൂമി കൊടുക്കാൻ പോവുകയാണ് എന്ന ഇത്ര വലിയൊരു പ്രഖ്യാപനം, വമ്പൻ പ്രഖ്യാപനം ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ നടത്തിയതായിട്ടും എൻ്റെ ഓർമ്മയിലില്ല. നടത്തിയതിന് 24 മണിക്കൂറാകും മുമ്പ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ആ കമ്പനി തിരുത്തിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല, അല്ലേ? അതെ, ഇതിപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അതായത് മിഷൻ സമുദ്ര ആകപ്പാടെ ആലോചിക്കുന്നത് ഏതാണ്ട് 10,000 കോടിയുടെ നിക്ഷേപം എന്നതാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് VD സതീശൻ പറഞ്ഞതാണ് എന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ ഇത് ഒന്നിലേറെ തവണ VD സതീശൻ ഈ 10,000 കോടി ടാറ്റ കൊണ്ടുവരുന്ന കാര്യം ആവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. അതുമാത്രമല്ല, അങ്ങനെ ആവർത്തിക്കപ്പെട്ടത് കൊണ്ടാണ് ടാറ്റ നേരത്തെ പറഞ്ഞതുപോലെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അത് നിഷേധിച്ച് രംഗത്തെത്തിയത്. കാരണം എന്താണ്? ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ, അതും കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് 10,000 കോടിയുടെ നിക്ഷേപം ടാറ്റ നടത്താൻ പോകുന്നു കേരളത്തിൽ, 1000 ഏക്കറിൻ്റെ വലിയ പ്രോജക്റ്റ് വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനം. അതിന് വലിപ്പം വളരെ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെല്ലാം സംഭവിക്കുന്നുണ്ടാകും സനീഷേ. കാരണം ഒരു വലിയ കമ്പനി, ടാറ്റ പോലൊരു കമ്പനി, അവരാദ്യമായി കപ്പൽ നിർമ്മാണ മേഖലയിലേക്ക് കടക്കുന്നു എന്നുള്ളത് ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രഖ്യാപനമായി മാറും. രണ്ടാമത്,
ഇവരുടെ ഈ എന്താണ് ഈ കമ്പനികളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന അവരുടെ ഈ റൈവൽസ് ഉണ്ടല്ലോ, അവരെല്ലാം ഇതിൻ്റെ 4 ഇരട്ടി ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഇനി ഇപ്പോൾ കപ്പൽ നിർമ്മാണ രംഗത്തുള്ള കമ്പനികൾ എന്തെല്ലാം ചർച്ചകൾ ഇതിന്മേൽ നടത്തിയിട്ടുണ്ടാവും, അവരുടെ ആലോചനകൾ ഏതെല്ലാം മട്ടിൽ പോയിട്ടുണ്ടാവും. ഇതിനെല്ലാം അപ്പുറം ഇവരുടെയൊക്കെ ഓഹരികളിൽ സ്വാഭാവികമായി ഇനിയിപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഉണ്ടാവേണ്ടതാണ്. ഉണ്ടായേനെ ഒരുപക്ഷെ ഈ പ്രഖ്യാപനം ഈ 24 മണിക്കൂറിനുള്ളിൽ ടാറ്റ കമ്പനി തന്നെ ഇങ്ങനെ ഒരു ആലോചന ഇല്ല എന്നുള്ള വിവരം പുറത്തറിയിച്ചില്ലായിരുന്നെങ്കിൽ അതിനപ്പുറത്തുള്ള ചർച്ചകളിലേക്ക് പോവില്ലേ? മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം സ്വാഭാവികമായും ഈ കമ്പനിയുടെ ഒരു വിശ്വാസ്യതയോ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു വളർച്ചയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളോ ഒക്കെ പുറത്തു വരുന്നതിനനുസരിച്ചാണ് നേരിയ ചലനങ്ങൾ ഈ മാർക്കറ്റ് ഷെയറിലൊക്കെ ഉണ്ടാകുന്നത്. അതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇനി വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത്. കാരണം എന്താ, ഈ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മീഡിയയിലൂടെയാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബ്ലൂംബർഗ് അടക്കമുള്ളവരാണ് ഇത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇത് ബിസിനസ് സ്റ്റാൻഡേർഡിൽ വരുന്നു, ബ്ലൂംബർഗിൽ വരുന്നു, അതിങ്ങനെ പറന്നു അതിന് ശേഷം ആ വാർത്ത ഒരു ദിവസം അങ്ങനെ വളരെ സജീവമായി ചർച്ചയായി. 2-ാം ദിവസത്തിലേക്ക് കടക്കാൻ ഏതായാലും സമ്മതിച്ചില്ല, ടാറ്റ ഗ്രൂപ്പ് തന്നെ അത് നിഷേധിച്ചു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണ്, നിലവിലുള്ള അവരുടെ ഒരു പ്രോജക്റ്റുമായി ചേർത്ത് വെച്ചാണ് പറയുന്നത്. പക്ഷെ അതാണ് മലബാർ സിമൻറ്റുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. അത് 2026 ഫെബ്രുവരി, അതാണ് പി രാജീവ് പറഞ്ഞത്. അന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സബ്മിറ്റ് നടന്നപ്പോൾ അവിടെ വച്ച് ധാരണയിലായ ഒരു പദ്ധതി മലബാർ സിമൻറ്റുമായി ഉള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ 500 കോടി രൂപയുടെ ബോട്ട് നിർമ്മാണ യൂണിറ്റാണ്. ബോട്ടും കപ്പലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതല്ല 10,000 കോടിയും 500 കോടിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 500 കോടിയും 10,000 കോടിയും വ്യത്യാസം ഉണ്ടെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നിലവിൽ ആ പദ്ധതിയിൽ 10 കോടിയേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് 10 കോടി ഇൻവെസ്റ്റ് ചെയ്ത ഒരു പദ്ധതിയാണ് 10,000 കോടിയുടെ പദ്ധതിയായി അവതരിപ്പിക്കപ്പെടുന്നതെങ്കിൽ അത് വലിയ കുഴപ്പമാണ്. സനീഷ് എപ്പോഴും പറയുമല്ലോ, അർത്ഥസത്യങ്ങൾ പറയുന്നത് ഒരു പ്രശ്നമാണെന്ന്. അർത്ഥസത്യമാകണമെങ്കിൽ 5,000 കോടിയുടെ പദ്ധതി ആയിരിക്കണം. ഇത് അർത്ഥമല്ല, ഇത് 500 കോടിയുടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി 10 കോടിയെ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. പിന്നെ ഈ ലാൻഡിൻ്റെ കാര്യത്തിൽ അത് പോർട്ട് ട്രസ്റ്റിൻ്റെ ലാൻഡാണ്. ആ ലാൻഡുമായിട്ട് സംസ്ഥാന സർക്കാരിന് വേറെ നേരിട്ട് ബന്ധമുള്ള സ്ഥലമല്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഭൂമിയിലാണ് ഈ പദ്ധതി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചകൾ വരുന്നത്. അത് 1000 ഏക്കറിൽ 2000 ഏക്കറിൽ എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ചർച്ചയായി മാറിയതല്ല. ഞാൻ ഞെട്ടിപ്പോയത് ഇത് മാധ്യമങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സനീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഈ എന്തായിരുന്നു ബേബിയുടെ കാര്യം, മാതൃഭൂമി 1-ാം പേജിൽ പെട്ടിക്കോളം വാർത്ത കൊടുത്തത് അത് വിശ്വസിച്ചിട്ടാണല്ലോ. അപ്പോൾ തെറ്റായ ഒരു വിവരത്തെ വിശ്വസിച്ച് മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഈ തെറ്റായ വിഷയത്തെ വിശ്വസിച്ച് ഇന്ന് മാതൃഭൂമിയും മനോരമയും പ്രബന്ധങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്തൊക്കെയോ വിശദാംശങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അവർ അറിഞ്ഞ മട്ടിൽ എഴുതിയിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിന് അടുത്തായിരിക്കും സ്ഥലം കണ്ടെത്തുക എന്നൊരു പത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഈ കൊച്ചി ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊച്ചിയിൽ നടക്കുന്ന കൊച്ചിയിൽ നടക്കുന്ന ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ പല വഴിക്ക് പോയി. പണ്ടൊക്കെ പറയും കറുത്ത് ഛർദ്ദിച്ചു എന്നുള്ളത് 10 ചെവി എത്തിക്കഴിയുമ്പോൾ കാക്കയെ ഛർദ്ദിച്ചു എന്നാവുമെന്ന്. ആ മട്ടിലാണോ ഒരു മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയേണ്ടത്? അങ്ങനെയാണ് പറയേണ്ടത്. കാരണം ഇത് ദൂരവ്യാപകമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സംസ്ഥാനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ലേ? അത് ആ ആലോചന ഇല്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്? എനിക്ക് വളരെ പോസിറ്റീവായി, എന്നിട്ടും ഞാനിതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, വലിയ സ്വപ്നങ്ങളും വലിയ പ്രതീക്ഷകളും വി ഡി സതീശന് കേരളത്തെക്കുറിച്ചുണ്ട്. ആ സ്വപ്നങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്ന് കരുതി ഞാനങ്ങ് സമാധാനിക്കുകയാണ്. അല്ലെങ്കിൽ വലിയ നാണക്കേടല്ലേ ഇത്? വലിയ നാണക്കേടല്ലേ ഇത്? 1-ാം ദിവസവും 2-ാം ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വിശ്വസിച്ച് മാധ്യമങ്ങൾ വേറെ പ്രബന്ധങ്ങൾ ഉണ്ടാക്കുകയാണ്. എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ള കാര്യം അതാണ്, നമ്മളടക്കമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഒറ്റയടിക്ക് ഇത് വിശ്വസിച്ച് നമ്മൾ അതിൻ്റെ സൈഡ് സ്റ്റോറികൾ ചെയ്തു കൂടാ. മനസ്സിലായില്ലേ? ഈ സൈഡ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് ഗ്യാസ് മാത്രമായിരുന്നു എന്നുള്ളത് വേറൊരു സത്യം. കാരണം അത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് ഇന്നിപ്പോൾ കണ്ട മട്ടിൽ ഉള്ള വിശദാംശങ്ങൾ ഇവർക്ക് ലഭിക്കുക? എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിശദീകരണം വന്നു കഴിഞ്ഞു. പക്ഷേ പറയാം, അതായത് ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചു എന്നാണ് ആദ്യ വാചകം. പിന്നെ ഭൂമി സർക്കാർ ലഭ്യമാക്കും,
കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശമാണ് ടാറ്റ ഗ്രൂപ്പ് സമർപ്പിച്ചത്. എവിടെയാണ് പദ്ധതി വരുന്നതെന്ന് വ്യക്തമാക്കിയില്ല. ഈ വിഷയത്തിൽ ടാറ്റ ഗ്രൂപ്പ് ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ടാറ്റയിൽ നിന്ന് പ്രൊജക്ട് റിപ്പോർട്ട് സർക്കാർ ആവശ്യപ്പെട്ടു എന്ന് പത്രം എഴുതി. അല്ല, ഞാൻ പത്രത്തെ കളിയാക്കുകയല്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമായതോടെ സമുദ്ര വ്യവസായ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരുമെന്നതിൻ്റെ സൂചനയായി ടാറ്റയുടെ സന്നദ്ധത വിലയിരുത്തുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞാണ്, മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ വിഴിഞ്ഞത്ത് തുറമുഖം, ഞാൻ എല്ലാ ദിവസവും പത്രത്തിലെ പേര് പറഞ്ഞ് എനിക്ക് അവരുടെ രോഷം എനിക്ക് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വിഴിഞ്ഞത്ത് തുറമുഖമുള്ളതിനാൽ സമീപ പ്രദേശത്ത് കപ്പൽശാല വന്നേക്കും. എങ്ങനെയാണിതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതായത് ഇത് ഒറ്റയടിക്ക് വിശ്വസിച്ച് ആ മട്ടിൽ കാര്യങ്ങൾ തയ്യാറാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ പ്രബന്ധങ്ങൾ തയ്യാറാക്കേണ്ടതില്ല ഈ മട്ടിൽ, അല്ലെങ്കിൽ സൈഡ് സ്റ്റോറികൾ ചെയ്യേണ്ടതില്ല. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന മുറയ്ക്ക് അതിലേക്ക് കടന്നാൽ മതിയാകും എന്നുള്ളതാണ് തൽക്കാലം ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോടും എനിക്ക് പറയാനുള്ളത്. അതാണ് ഇതിനകത്ത് ഹർഷ. അതായത് ഇത് പിന്നെ ഈ ബ്ലൂംബർഗിൻ്റെ ഇൻ്റർവ്യൂ ആദ്യം വാർത്ത കൊടുത്തത് നമ്മളാണ്. ബ്ലൂംബർഗിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് നമ്മൾ വാർത്ത മലയാളത്തിലെ ചാനൽ ചെയ്ത് ആദ്യമാണ്, പത്രം വന്നിട്ടുണ്ടാകും. ഞാൻ രാവിലെ വന്നിട്ട് ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ ബ്ലൂംബർഗിൻ്റെ ഈ ഭാഗം അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനത് കണ്ടപ്പോൾ ഇദ്ദേഹം മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ബ്ലൂംബർഗിൽ വന്ന് ഇനിയിപ്പോൾ നേരത്തെ നമ്മളോടെല്ലാം പറഞ്ഞാണെങ്കിൽ തന്നെ ഒരു വാർത്തയാണല്ലോ എന്ന് കരുതിയിട്ട് കേട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടത്. സത്യത്തിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുന്നു എന്ന കാര്യത്തേക്കാൾ എന്നെ ആകർഷിച്ചത്, വി ആർ ഗോയിങ് ടു ഞങ്ങൾ ഭൂമി കൊടുക്കാൻ നിശ്ചയിച്ചു എന്നാണ്. ഭൂമി കൊടുക്കാൻ ആലോചിക്കുന്നൊന്നുമല്ല, ഞങ്ങൾ ഭൂമി കൊടുക്കാൻ ടാറ്റയ്ക്ക് ഭൂമി കൊടുക്കുന്നു പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയോ ഒന്ന് ടാറ്റയ്ക്ക് ഭൂമി, ബംഗാൾ നന്ദിഗ്രാം എല്ലാം ഓർമ്മ വന്നിട്ട് എനിക്ക് ഇത് പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. എന്തെങ്കിലും വിമർശനം ഉണ്ടാകുന്നില്ല, പക്ഷേ എന്നാലും ടാറ്റയ്ക്ക് കേരളത്തിൽ ഭൂമി എന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിനകത്ത് ഒരു ഇത് തോന്നുകയും ഞാനത് എന്നിട്ട് അസൈൻമെൻറ്റ് ഡെസ്കിൽ പറയുകയും ആ വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇന്ന് ടാറ്റ നിഷേധിച്ചു എന്നുള്ള വാർത്ത ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി സത്യത്തിൽ. അതായത് മുഖ്യമന്ത്രിയുടെ മുഖഭാവം ഒന്നാ വിഷ്വൽ കണ്ടറിയാം, വളരെ ക്ലോസിലാണ്, വളരെ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം പറയുന്നത് ടാറ്റ ഇങ്ങനെ വരുന്നു, ഭൂമി കൊടുക്കാൻ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെയോ ഭൂമി കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങ് ടാറ്റ ഇങ്ങനെ നിഷേധിച്ച് കളഞ്ഞു. ഞാൻ സത്യത്തിൽ കരുതിയത്, തമാശ പറയാമെന്ന് വിചാരിക്കരുത് പക്ഷേ, ഞാൻ സത്യത്തിൽ അതെങ്ങനെ പറ്റും ടാറ്റ അറിയാതെ. അപ്പോൾ ടാറ്റ പറയുന്നത് അദ്ദേഹം ആ വാക്കുകൾ കുറച്ച് പരിഹാസ ഛവിയുള്ളതാണ്. ഏത് മുഖ്യമന്ത്രി ഈ പുതിയ മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് കയറി അടിച്ചതായിരിക്കും എന്ന മട്ടിലൊക്കെ ഒരു കളിയാക്കൽ മട്ടിലാണ് ടാറ്റയുടെ എക്സിക്യൂട്ടീവ് ഈ വാർത്തയിൽ കാര്യം പറഞ്ഞത്. അപ്പോൾ അത് ചെറിയൊരു രോഷം നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ചാണല്ലോ എന്നുള്ളത് തോന്നുകയും ഇങ്ങനെ വന്നിട്ടുണ്ടാകുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഈ അഡിഡാസ് എഴുതിയ ബനിയൻ കണ്ടിട്ടില്ലേ ഹർഷൻ? നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങും അബിഡാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ശരി ടാറ്റയാണെന്ന് പറഞ്ഞിട്ട് TAATA എന്ന് പറഞ്ഞിട്ട് വല്ല കമ്പനിയും മുഖ്യമന്ത്രിയെ കാണുകയും പറ്റിക്കുകയും ചെയ്തു. ഒരു നിമിഷത്തേക്ക് തമാശയായിട്ടല്ല, സീരിയസ് ആയിട്ട് ആലോചിച്ചു. അല്ലാതെ ഒരാളിങ്ങനെ വന്ന് കൃത്യമായിട്ട് പറയാതെ എങ്ങനെയാണ് ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ VD സതീശ് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക് എന്ന് ഞാൻ ശരിക്കും ആലോചിച്ചു. നമ്മൾ അതിൽ കൂടുതൽ പറയേണ്ടല്ലോ എന്ന് വെച്ചാണ്. ഇതിപ്പോൾ വലിയ ചീത്തപ്പേരായില്ലേ, അങ്ങനെ എഴുതാൻ പാടുണ്ടോ? പിന്നെ ഇതിപ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞു, മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് കൊണ്ട്, മുഖ്യമന്ത്രി ഇങ്ങനെ പൂർണ്ണ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് വിശ്വാസ്യത നഷ്ടമുണ്ടാകുന്നത് നമ്മൾ മാധ്യമങ്ങൾക്കുമാണ് പൊതുസമൂഹത്തിനാകെയുമാണ് എന്ന് ഇന്നലെ MA ബേബിയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് വിശ്വാസ്യത നഷ്ടമുണ്ടാകും, കാരണം നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രിയെ വിശ്വസിക്കുകയാണ്. ഒരു വലിയ പോരാട്ടം 10 വർഷത്തിന് ശേഷം നയിച്ചിട്ട് വൻ മുന്നേറ്റത്തോടു കൂടിയിട്ട് അവിടെ വന്നിരുന്നിട്ട് വളരെ കൃത്യമായിട്ടുള്ള പദ്ധതികളും ആശയങ്ങളും ഒക്കെ പറയുന്നൊരു മുഖ്യമന്ത്രി, വലിയ രാഷ്ട്രീയ ധാരണയുള്ള, ഞാൻ വീണ്ടും പറയുന്നില്ല, പുസ്തകം വായിക്കുന്നു എന്ന സമീപകാല മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ അതൊരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് എല്ലാവരും പറയുന്ന മാധ്യമങ്ങളും ഞാനും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്ന ഒരു മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനകളെ നമ്മൾ മുഖവിലക്കെടുക്കും, പൂർണ്ണമായിട്ടും വിശ്വസിക്കും. ഇത് പറയുന്ന ഞാനും നാളെ കാണുമ്പോൾ, ഹർഷനും നാളെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയായിരിക്കുമെന്നേ വിചാരിക്കൂ. അത് മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരാനിടയായ ദീർഘമായ കാലയളവുണ്ട്. അദ്ദേഹം ഒരു നിസ്സാരനായിട്ടുള്ള ആളല്ല. അദ്ദേഹം പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനും അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുള്ള കനം അദ്ദേഹം തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എത്രമാത്രം വലിയ കനമുണ്ട്. അദ്ദേഹം അലോഷ്യ സേവന മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു മൂവ്മെൻറ്റിന് എത്രമാത്രം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് 3.25 കോടി ജനതയുള്ളൊരു സ്ഥലത്ത് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. VD സതീശൻ്റെ എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളായിട്ട് ടാറ്റ ഗ്രൂപ്പ് എന്ന് പുറത്തേക്ക് വരുമ്പോൾ അതെന്തുമാത്രം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ബ്ലൂംബർഗിൻ്റെ വാർത്തയുടെ ഫസ്റ്റ് ഹെഡ്ലൈനായിട്ട് വരുന്ന മുറയ്ക്ക് അതെന്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹത്തെ വെച്ച് അളന്നാൽ എത്രയോ നിസ്സാരനായിട്ടുള്ള ഞാനിവിടെ എന്നിട്ട് പറയേണ്ടെന്ന ഗതി ഉണ്ടാവരുത്, ഉണ്ടാവാൻ പാടുണ്ടോ? കാരണം നമ്മളെ ബുദ്ധിമുട്ട് എന്താണ്? നമ്മൾ ഈ വാർത്ത എഴുതുമ്പോൾ പിറ്റേന്നും മാതൃഭൂമി, മനോരമയും ഹിന്ദുവും പത്രം വായിക്കുമ്പോൾ അതിനകത്ത് ഇതാ വരുന്നു പദ്ധതി എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ എഴുതും. കാരണം മുഖ്യമന്ത്രിയെ അവിശ്വസിക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പോലുമല്ല, വരികയാണ്. കാരണം അങ്ങനെ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. അങ്ങനെ ഏത് മുഖ്യമന്ത്രിയാണ്? നമ്മൾ ഇന്നലെയും പറഞ്ഞു, നമ്മൾ TV കാണാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ മുഖ്യമന്ത്രിമാർ ഞാൻ കാണുന്നത് നായനാരും EMSും കുറച്ച് കാലമൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും നായനാരോട് ചോദിക്കാം, EMS അല്ല നായനാർ,
VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, VD സതീശൻ, ഇത്രയും ആളുകൾ എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന വാക്കുകൾ, ഇപ്പോൾ K കരുണാകരൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ചോദ്യം ചോദിച്ചാൽ ഒന്ന് ചിരിച്ച് നോ കമൻസ്, പിന്നെ കണ്ണിറുക്കൽ, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇത് വാക്കുകൾ ധാരാളിത്തമുള്ള ഒരാളാണ് മുഖ്യമന്ത്രി, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. പക്ഷേ അതിന് അത്രമാത്രം കനവില്ലാണ്ടായി പോവാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മളെന്താ പറയുക, നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ. അപ്പോൾ ഇത് ടാറ്റ, P രാജീവ് പറഞ്ഞ തള്ളിക്കളയാൻ പറ്റുമോ? ടാറ്റ തള്ളിക്കളയുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായിട്ട് ഇത് വരികയല്ലേ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് ശരിയായില്ല. അല്ല, അത് അങ്ങനെ തള്ളിക്കളയുന്നതിന് മുമ്പ് എത്ര വട്ടം ടാറ്റ ആലോചിച്ചിട്ടുണ്ടാവും. കാരണം അവർക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അവരുടെയും താല്പര്യങ്ങളുണ്ട്, അവരുടെ പ്രോജക്റ്റുകളുണ്ട്, അവരുടെ ബിസിനസ്സാണ്. അവർ ഇവിടെ അവരേറ്റവും കൂടുതൽ ഭൂമി ഇപ്പോൾ നേരിട്ട് അവരുടെ കയ്യിലല്ല എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നേരിട്ട് അവർ ഭൂമി കൈവശം വയ്ക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണല്ലോ. അതിനകത്ത് ഹർഷ, അതായത് ഇവർ മെയിൽ അയച്ചു എക്കണോമിക് ടൈംസ് ഈ ചോദ്യം ചോദിച്ചിട്ട്. അപ്പോൾ മെയിലിന് അവർ ഒഫീഷ്യലി ഇപ്പോൾ മറുപടി കൊടുത്തില്ല. എന്നിട്ട് അവരുടെ എക്സിക്യൂട്ടീവിനെ ഏൽപ്പിച്ചു മറുപടി കൊടുക്കാൻ. അങ്ങനെയാണ്, പേര് വെളിപ്പെടുത്താത്തൊരു എക്സിക്യൂട്ടീവാണ് സംസാരിച്ചത്. അപ്പോൾ അത്രയും ഗൗരവം അവർ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പറയുന്ന വാക്കുകൾക്ക് ടാറ്റ എന്ന കമ്പനിയുടെ വാക്കുകളുടെ കനമുണ്ടാകും, അത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് കണക്കാക്കിയിട്ട് പക്ഷേ ഈ വാർത്ത പുറത്തേക്ക് എത്തുകയും വേണമെന്നുള്ളതുകൊണ്ടാണല്ലോ എക്സിക്യൂട്ടീവ് അങ്ങനെ സംസാരിക്കുന്നത്, പേര് വെക്കാതെ. ആ ധാരണ VD സതീശന് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് അവസാനിപ്പിക്കാം. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നതാണ് തൻ്റെ ലക്ഷ്യം എന്ന് അധികാരത്തിലേറുന്നതിന് മുമ്പും ശേഷവും ആവർത്തിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിൻ്റെ ഭാഗമായി മേഖലയിൽ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വൻകിട കമ്പനികളുടെ നിക്ഷേപം വരുമെന്ന് മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ അതിൽ പല തീരുമാനങ്ങളും വിവാദത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത് എന്നാണ് വാസ്തവം എന്ന് ചിലർ വിമർശിക്കുന്നു. ആദ്യം അത് അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റമായിരുന്നെങ്കിൽ ഇന്ന് അത് ടാറ്റ ഗ്രൂപ്പിൻ്റെ നിക്ഷേപം വരെ എത്തിയിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റം തങ്ങളെ അറിയിക്കാതെ നടത്തിയതിൽ മാത്രമാണ് സർക്കാരിന് എതിർപ്പെന്നും അത് അറിയിച്ചതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്നുമാണ് VD സതീശൻ ഇതേ ബ്ലൂംബർഗ് അഭിമുഖത്തിൽ ഇത് പറയുന്നതിന് തൊട്ടു മുമ്പുള്ള വാചകങ്ങളായിട്ട് പറഞ്ഞത്. നിലവിലെ ടാറ്റയുമായി ബന്ധപ്പെട്ട പരാമർശം ഇവിടെയാണ് ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. സംഭവത്തിൽ പ്രതിരോധത്തിലായപ്പോൾ ഈ വിഷയത്തിലും സർക്കാർ നിലപാടിൽ നിന്ന് മലക്കം അറിയുന്നതും നാം കണ്ടു. രാജ്യാന്തര കമ്പനികളുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു എന്നത് സ്വാഗതാർഹമാണെങ്കിലും അതിൽ വ്യക്തത വരാതെ പ്രഖ്യാപനം നടത്താതിരിക്കാൻ മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടതായിരുന്നു.